ക്രിസ്മസ് അപ്പൂപ്പൻ എവിടുന്ന് വന്നു? സാന്റാക്ലോസ് എവിടുന്ന് വന്നു? എല്ലാവരുടെ ശ്രദ്ധയുണ്ടല്ലോ. അത് 19-ാം നൂറ്റാണ്ടിൽ കൊക്കക്കോള കമ്പനി ഒരു കൊമേഴ്ഷ്യൽ ലക്ഷ്യത്തോടെ അവര് മോഡിഫൈ ചെയ്ത് അവരുണ്ടാക്കിയതല്ല. ശരിക്കും സാന്റാക്ലോസ് എന്ന് പറയുന്നത് സെയിന്റ് നിക്കലസ് എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഭക്തനായ ഒരു ദൈവദാസന്റെ പേരാണ്. ആ വ്യക്തിയുടെ ആ സ്വഭാവവും നന്മയും പരമ്പരാഗതമായി ഓർപ്പിച്ചുണർത്തുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ കെയർഫുൾ ആയിട്ടാണ്, വളരെ റിസർച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. സാന്റാക്ലോസ് എന്ന വിഷയം എന്താ? സാന്റാക്ലോസ് ആരാ? സെയിന്റ് നിക്കലസ് ഓഫ് മൈറ. 3-ാം നൂറ്റാണ്ടിൽ വലിയൊരു ഡിബേറ്റ് ഉണ്ടായി. ഞാൻ വളരെ സംക്ഷിപ്തമായി പറയുകയാണ്. അറിയൂസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, യേശു കർത്താവ് ദൈവമാണെന്നൊക്കെ അംഗീകരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ യേശു കർത്താവ് നിത്യനാണെന്ന് പറയുമ്പോൾ എനിക്കത്. ഏരിയസിന്റെ വാദം എന്ന് പറയുന്നത് പിതാവായ ദൈവം നിത്യനാണ്, പക്ഷെ യേശു കർത്താവ് എന്തല്ല, നിത്യനാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല. എന്നിട്ട് താൻ പാട്ടുകൾ എഴുതി തന്റെ ദുരുപദേശത്തെ സ്ഥാപിക്കുവാൻ കടങ്കഥകൾ ഉണ്ടാക്കി, എഴുത്തുകൾ എഴുതി അന്നത്തെ സഭകളെ മലിനമാക്കാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ദൈവദാസന്മാർ പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, അരിയൂസിന്റെ ഉപദേശത്തെ ഖണ്ഡിച്ചേ പറ്റത്തുള്ളൂ. അതിന് കൂടിയ സുനഗദോസ നിക്കിയ സുനഗദോസിൽ വലിയ ചർച്ചകൾ നടന്നു. അതിൽ 2 വശങ്ങളുണ്ട്. അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ച് മുൻപോട്ട് പോകാം. അഥനേഷ്യസ് എന്ന് പറഞ്ഞ ഒരു ദൈവ മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ബൈബിളിൽ നിന്ന്, തിരുവെഴുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ക്രിസ്തു പൂർവാസ്തിത്വമുള്ളവനാ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം നിത്യമാ. 1:14 ആ വചനമാണ് ജഡമെടുത്ത് യേശു ക്രിസ്തു എന്ന് നാം മനസ്സിലാക്കുന്ന നിത്യ വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന ബൈബിളിന്റെ വെളിപ്പാട്. അന്നത്തെ ചക്രവർത്തി ക്രിസ്തീയ വിശ്വാസത്തിൽ പുതുവിശ്വാസിയായ കോൺസ്തന്തിനോസും അവിടെ പങ്കാളിയ. അദ്ദേഹത്തിന് അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല, അദ്ദേഹം അവിടെ അറ്റൻഡ് ചെയ്യുക. ചിലർ ചിന്തിക്കുന്ന കോൺസ്തന്തിനോസ് ആണ് ഇതൊക്കെ തീരുമാനിച്ചത്, അത് ശുദ്ധ അബദ്ധം. അദ്ദേഹം അവിടെ ഒരു പങ്കാളിയ. ആ മീറ്റിംഗ് കൂടിയ കോൺസ്തന്തിനോസ് അഥനേഷ്യസിനോട് പറഞ്ഞു, എല്ലാ ലോകവും നിനക്കെതിരാ. എല്ലാവരും പറയുന്നത് യേശു നിത്യനല്ല, യേശു കന്യകാജനനത്തിലാണ്. അഥനേഷ്യസ് എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാ ലോകവും എനിക്കെതിരാണെന്നല്ല, ഞാൻ സകല ലോകത്തിനും ലോകർക്കെല്ലാം എതിരാണ്. ഞാൻ സത്യത്തിനു വേണ്ടി നിൽക്കുന്നു. യേശു നിത്യനാണ്, അതിന് ഒരു കോംപ്രമൈസും ഇല്ല. ലോകം മൊത്തം എനിക്കെതിരായി നിന്നാലും, ഈ ഉപദേശ സത്യത്തിന് എന്റെ തല പോയാലും, ഐ ആം അഗെയിൻസ്റ്റ് ദ വേൾഡ്. ലത്തീനിലൊരു പ്രയോഗമുണ്ട്, അഥനേഷ്യസ് കോൺട്രാ മുണ്ടം. അഥനേഷ്യസ് ലോകത്തിനെതിര്, ലോകമല്ല അഥനേഷ്യസിനെതിര്, അഥനേഷ്യസ് ലോകത്തിനെതിരായി നിൽക്കും. അതാകട്ടെ എല്ലാ ക്രിസ്തീയ വിശ്വാസിയുടെയും വിശ്വാസ പ്രഖ്യാപനം. ലോകമെതിരായാലും ഈ പുസ്തകത്തിലെ ഒരു ഉപദേശത്തിനും അണുവിട മാറ്റമില്ല. പക്ഷെ ആ കൂട്ടത്തിൽ ആവേശമുള്ള ഒരാളുണ്ടായിരുന്നു. അഥനേഷ്യസ് താർക്കികമായി വചനത്തിലെ വാക്യങ്ങൾ എടുത്ത് തെളിയിക്കുമ്പോൾ, ഈ ചർച്ചകൾ മുൻപോട്ട് പോയപ്പോൾ ചരിത്രം പറയുന്നത് അറിയൂസിന്റെ ദുരുപദേശം സഹിക്കാൻ വയ്യാതെ ഒരു വ്യക്തി ചെന്ന് അറിയൂസിന് നല്ലൊരു അടി കൊടുത്തു. ആ അടി കൊടുത്ത വ്യക്തിയുടെ പേരാണ് നിക്കോളസ്. അറിയൂസിന്റെ ദുരുപദേശം കേട്ടിട്ട് അവന് കലി കയറി അറിയൂസിന് തല്ല് കൊടുത്ത വ്യക്തിയാണ്. ഞാൻ പറയുന്ന എല്ലാം ചരിത്ര സത്യങ്ങളാ. ആ നിക്കോളസിനെയാണ് ഇന്ന് നിക്കോളസ് എടുത്ത നടപടിയോട് എനിക്ക് യോജിപ്പില്ല. ദുരുപദേശത്തെ കൈയേറ്റമല്ല, കൈകാര്യം ചെയ്യേണ്ടത് കായികമായിട്ടല്ല,
വചനം വെച്ച് ദുരുപദേശത്തെ മിണ്ടാതാക്കണമെന്നാണ് ഇടയലേഖനങ്ങളിൽ പറയുന്നത്. പക്ഷെ നിക്കല്ലസിന് അറിയൂസിന്റെ ഈ പ്രസംഗവും പ്രസ്താവനയും ഉപദേശം കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഒരു നല്ല പൊട്ടിരു കൊടുത്തു. അതാണ് നിക്കല്ലസ് ഓഫ് മൈറ. ആ നിക്കല്ലസ് ആണ് ഇന്ന് ആരായി മാറിയിരിക്കുന്നത്? എന്നാ സാന്റാക്ലോസ് എന്ന് പറഞ്ഞ് ഈ ഒരു സങ്കല്പ കഥാപാത്രത്തെ ലോകം ഇങ്ങനെ കൊണ്ട് പൊക്കി നടക്കുമ്പോൾ ദൈവമക്കൾ, കൃപ പ്രാപിച്ചവർ, വചനമറിയാവുന്നവർ മനസ്സിലാക്കണം, അതൊരു തെളിവാണ് ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വത്തിന് വേണ്ടി പൊരുതിയ ഒരു സഭയുടെ, ഒരു സഭാ പിതാവിന്റെ പേരാണ് ശരിക്കും, ആ വ്യക്തിയുടെ ഓർമ്മയാണ് ശരിക്കും എന്തായി മാറിയത്?